Hi dears, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാജിക് സ്ക്വയർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ബുക്ക് പേജ് നമ്പർ 56 എടുത്തേ. നെക്സ്റ്റ് മാജിക് സ്ക്വയർ ട്രൈ ചെയ്യാം. യൂസ് ദ നമ്പേഴ്സ് ഫ്രം 15 to 23. Total of each kind must be 57. നെക്സ്റ്റ് മാജിക് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എവിടെ മുതൽ എവിടെ വരെയാണ്? 15 to 23. മിഡിൽ നമ്പർ ഏതാണ്? 15, 16, 17, 18, 19, 20, 21, 22, 23. മൊത്തം 9 നമ്പേഴ്സ്. മിഡിൽ വൺ 19 ആണ്. സോ 19 നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, 19 എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡയഗണൽ എലമെന്റ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പറായി ഞാൻ ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 19 അല്ലേ, 15 മുതൽ 23 വരെ പറ്റും. ഞാനൊരു 17 സെലക്ട് ചെയ്യാൻ പോവാണ്. 17 എൻ്റെ ഇഷ്ടം, 17. ഓക്കെ, അങ്ങനെയെങ്കിൽ ബാക്കി ചെയ്യാം. ഓക്കെ, 17 plus 19 ചെയ്ത് നോക്കുകയാണ്. 17 plus 19 ആൻസർ എന്ത് കിട്ടി? 36 കിട്ടി. 36 minus 57. 57 minus 36 ചെയ്തേ, അപ്പോൾ 21 കിട്ടും. അപ്പോൾ ഈ മൂന്ന് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 57 ആൻസർ കിട്ടി. അതെങ്ങനെയാണ്? 17 plus 19 ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് കിട്ടി? 17 plus 19 ചെയ്യുമ്പോൾ 36 കിട്ടും. നിങ്ങൾ അഡീഷൻ സ്വന്തമായിട്ട് ചെയ്യുക. 36 കിട്ടും. ആ 36 ഇപ്പോൾ മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? 57 minus 36 ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ്? 21 ആണ്. നമ്മുടെ ഈ നമ്പേഴ്സിന്റെ റേഞ്ചിൽ ഉൾപ്പെടുന്നതാണ്. സോ 21 നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡയഗണൽ എലമെന്റ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡയഗണൽ എലമെന്റിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാനൊരു 20 എഴുതി കൊടുത്തു. എൻ്റെ ഇഷ്ടമാണ് 20 എഴുതി കൊടുത്തു. ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20 plus 19 ചെയ്ത് നോക്കുക. 20 plus 19 എന്താണ്? 39 ആണ്. 39 minus 57 ചെയ്ത് നോക്കുക. എന്ത് കിട്ടും? 18. 18 ഈ നമ്പറിന്റെ റേഞ്ചിൽ പെടും. സോ കുഴപ്പമില്ല, ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ചെയ്തു, നമ്മൾ അസ്യൂം ചെയ്ത നമ്പേഴ്സ് ഒക്കെ കറക്റ്റാണ്. നമ്മൾ രണ്ട് അസംപ്ഷൻസ് ആണ് വരുത്തിയിരിക്കുന്നത്, 17ഉം 20ഉം. ഈ രണ്ട് നമ്പേഴ്സ് ഇവിടെ ആപ്റ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കാം. സോ എന്ത് ചെയ്യാം? ഇതിന്റെ ഇടയിലെ നമ്പർ കണ്ടുപിടിക്കാം. 17 plus 20. 17 plus 20 37 ആണ്. 37 minus 57 20 കിട്ടും. 20 ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? കാരണം ഓൾറെഡി നമ്മൾ 20 യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ശ്രമം എന്തായി? പറ്റിയില്ല അല്ലേ? സോ ഞാൻ ഈ നമ്പർ ഇവിടെ അറേഞ്ച് ചെയ്ത് മാറ്റി കൊടുത്ത് നോക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് ഈ ഡയഗണൽ എലമെന്റ്സ് നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ നമ്പർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ ഇഷ്ടത്തിന് ഒരു നമ്പർ സെലക്ട് ചെയ്യുകയാണ്. 16. ഓക്കെ, 16 സെലക്ട് ചെയ്യണം. 16 plus 19 ചെയ്ത് നോക്കുകയാണ്. 35. 35 minus 57 എന്താണ്? 22 ആണ്. അപ്പോൾ എൻ്റെ ഒരു ഡയഗണൽ എലമെന്റ് കുഴപ്പമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്പർ ഞാൻ സെലക്ട് ചെയ്തു 20. എൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ഈ ഡയഗണൽ എലമെന്റ്സ് ഇത് രണ്ടും എൻ്റെ അസംഷൻസ് ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഡയഗണൽ എലമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 20 plus 19 എന്താണ്? 39 ആണ്. 39 minus 57 18 ആണ്. ഇതുവരെ കുഴപ്പമില്ല. ഇനിയാണ് ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എന്താണ് അസംഷനിൽ എത്തുന്നത്. സോ ഈ എലമെന്റ് കണ്ടുപിടിക്കാൻ പോകുകയാണ്. 16 plus 20 36 ആണ്. 36 minus 57 എന്ത് കിട്ടി? 21 കിട്ടി. 21 ഈ നമ്പറിന് ഇടയിൽ പെടുന്ന 15 to 23 ഇടയിൽ പെടുന്ന ഒരു നമ്പറാണ്. സോ കുഴപ്പമില്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി താഴത്തെ എലമെന്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 18 plus 22 40 കിട്ടി. 40 57 minus 40 57 minus 40 17 ആണ്. അപ്പോൾ അവിടെയും കുഴപ്പമില്ല, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഞാൻ ഈ രണ്ട് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ 16 plus 18 ചെയ്തു. ആ കിട്ടുന്ന ആ ആൻസറിനെ 57 മൈനസ് ചെയ്ത് നോക്കാൻ പോവാണ്. 16 plus 18 16 plus 18 എന്താണ്? 34 ആണ്. 34 minus 57 എന്ത് കിട്ടും? 23 കിട്ടും. 23 ഇവിടെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. 23 ഇതിനിടയിൽ പെടുന്ന നമ്പറാണ്. സോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യാം. 20 plus 22
എന്ത് കിട്ടി? 42. 42 മൈനസ് 57 എന്തായി? 15 കിട്ടി. അപ്പോൾ എൻ്റെ ഒരു മാജിക് സ്ക്വയർ ഞാൻ ഈ ഒരു നമ്പർ ഉപയോഗിച്ചുള്ള എൻ്റെ ഒരു മാജിക് സ്ക്വയർ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറെ ശ്രമിക്കാം കേട്ടോ. മിഡിൽ നമ്പർ 19 കേട്ടോ. ആദ്യം ഒരു ശ്രമിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല, രണ്ടാമത്തെ ചാൻസ് ശ്രമിച്ചപ്പോൾ കിട്ടി. ഇനി ഞാൻ മൂന്നാമത്തെ ചാൻസ് സെയിം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് മാജിക് സ്ക്വയർ പിന്നെയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടി ഞാൻ വീണ്ടും ഇതേ സെയിം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. 19 മിഡിൽ നമ്പർ 19. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുന്നു. 15 ഞാൻ സെലക്ട് ചെയ്യുന്നു. ആഡ് ചെയ്ത് നോക്കാം. 15 പ്ലസ് 19 എന്ത് കിട്ടി? 34 കിട്ടും. 34 മൈനസ് 57 23 കിട്ടി. കുഴപ്പമില്ല അല്ലേ? 15 23 ഇടയിലാണ്. സോ ആ രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇഷ്ടമുള്ള രണ്ട് നമ്പർ സെലക്ട് ചെയ്യുകയാണ്. ഒരു 21 ആയിക്കോട്ടെ, ചുമ്മാ എൻ്റെ ഇഷ്ടം. 21 പ്ലസ് 19 40 കിട്ടി. 40 മൈനസ് 57 എന്ത് കിട്ടി? 17. ഓക്കെ, അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് കംപ്ലീറ്റ് ആയി. ഇനിയാണ് ഞാൻ എൻ്റെ അസംഷൻസ് കറക്റ്റ് ആണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ മിഡിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലൈനിലെ മിഡിൽ നമ്പർ 21 പ്ലസ് 15 എന്ത് കിട്ടി? 36. 36 മൈനസ് 57 21. പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. സോ എന്തായി? എൻ്റെ ഒരു അസംഷൻ എന്തായി? ഫ്ലോപ്പ് ആയി അല്ലേ? ഓക്കെ, ഇത് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ഫസ്റ്റ് അസംഷൻ വെച്ചിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് ഞാൻ ഇവിടെ വേറൊരു നമ്പർ അസ്യൂം ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, വേറൊരു നമ്പർ അസ്യൂം ചെയ്യാം. എന്താണ്? 80. ഇവിടെ ഈ 15 ഞാൻ സെലക്ട് ചെയ്തു. ഈ നമ്പർ കറക്റ്റായി. ഇവിടെ ഞാൻ 18 സെലക്ട് ചെയ്തു. എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് മാജിക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, 18 സെലക്ട് ചെയ്തു. 18 പ്ലസ് 90 37. 37 മൈനസ് 57 എന്താണ്? 20. ഇവിടെ വരെ കുഴപ്പമില്ല. ഇനി മിഡിൽ എലമെന്റ്സ് കണ്ടുപിടിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത് തെറ്റാണോ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ലൈനിലെ മിഡിൽ നമ്പർ സെലക്ട് ചെയ്യാൻ പോവാണ്. 15 പ്ലസ് 18 എന്താണ്? 33. 33 മൈനസ് 57 എന്താണ്? 24. പറ്റുമോ? പറ്റത്തില്ല. കാരണം 15 മുതൽ 23 വരെയുള്ള നമ്പേഴ്സെ ഉപയോഗിക്കാൻ ഈ ഒരു മാജിക് സ്ക്വയറിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. സോ 24 ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. 15 പ്ലസ് 18 ചെയ്യുമ്പോൾ 33 കിട്ടും. 33 മൈനസ് 57 എന്താണ്? 24 ആണ്. 24 എനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ എൻ്റെ ഈ ഒരു അസംഷനും എന്തായി? തെറ്റായി. ഇനി എന്ത് ചെയ്യും? ഞാൻ 17 എഴുതി. ഓക്കെ, ഞാൻ 17 എഴുതി നോക്കി. ഓക്കെ, 17 ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ 17 പ്ലസ് 19 എന്തായി? 36 കിട്ടി. 36 മൈനസ് 57 എന്താണ്? 21. കുഴപ്പമില്ല, അത് എഴുതി കൊടുത്തു. ഇനി ഈ മിഡിൽ എലമെന്റ് സെലക്ട് ചെയ്യാം. 15 പ്ലസ് 17 32. 32 മൈനസ് 57 കിട്ടി? 25. അവിടെയും എനിക്ക് എന്താണ്? 25 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സെക്കൻഡ് മാജിക് സ്ക്വയർ എന്തായി? പിന്നെയും എൻ്റെ ശ്രമങ്ങൾ പിന്നെയും പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കിനി പേടിക്കണം. നമുക്കിനി ഓരോ നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇനിയും ആ സെയിം മാജിക് സ്ക്വയർ കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മിഡിൽ നമ്പർ എന്താണ്? നമ്മുടെ 19 തന്നെയാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇഷ്ടമുള്ള നമ്പർ 20 എഴുതി നോക്കി. 20. ഓക്കെ, ഇനി ഞാൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോകണം. 20 പ്ലസ് 19 എന്താണ്? 39 ആണ്. 39 മൈനസ് 57 എന്ത് കിട്ടും? 39 മൈനസ് 57 ചെയ്ത് നോക്കുമ്പോൾ 18 കിട്ടും. കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് അസംഷൻ, എൻ്റെ ഈ രണ്ട് അസംഷനെ ബേസ് ചെയ്തിരിക്കുകയാണ് മറ്റ് നമ്പേഴ്സ് എല്ലാം അല്ല. ഈ ഒരു സ്ക്വയർ മാജിക് സ്ക്വയർ ആണുള്ളത്. സോ നെക്സ്റ്റ് നമ്പർ ഞാൻ 16 സെലക്ട് ചെയ്ത് നോക്കി. ഓക്കെ, 16 സെലക്ട് ചെയ്ത് നോക്കി. ഡയഗണൽ കംപ്ലീറ്റ് ചെയ്യാം. 16 പ്ലസ് 19 എന്താണ്? 35 ആണ്. 35 മൈനസ് 57 എന്ത് കിട്ടി? 22 കിട്ടി. അതും കുഴപ്പമില്ല. കാരണം എന്താണ്? 15 to 22 റേഞ്ചിൽ വരുന്നതാണ് 22. സോ കുഴപ്പമില്ല.
അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി മിഡിൽ എലമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20 plus 16 36 കിട്ടി. 36 minus 57 എന്ത് കിട്ടി? 21. അവിടെ വന്നപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇനി താഴത്തെ മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കാൻ പോകുകയാണ്. അത് കണ്ടുപിടിക്കാൻ 22 plus 18 22 plus 18 എന്ത് കിട്ടി? 40 കിട്ടി. 40 minus 57 എന്താണ്? 17 ആണ്. അതും കുഴപ്പമില്ല, ഇവിടെ വരെ കുഴപ്പമില്ല. ഇനി ബാക്കി ഈ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ 20 plus 22 42 ആണ്. 42 minus 57 എന്ത് കിട്ടി? 15 ആണ്. അതും കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് നമ്പർ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 16 plus 18 34 34 minus 57 എന്ത് കിട്ടി? 23. അപ്പോൾ എൻ്റെ സെക്കൻഡ് ആ ഒരു നമ്പേഴ്സ് കണ്ടോ പല രീതിയിൽ ഞാൻ എൻ്റെ ഇഷ്ടം ഈ രണ്ട് അസംഷൻസ് ആണ്. ആ രണ്ട് അസംഷൻസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള നമ്പേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു അസംഷൻ ഈ നടുക്കുന്ന നമ്പർ സെലക്ട് ചെയ്തു, അവരുടെ ഫസ്റ്റ് അസംഷൻ നടത്തി, അങ്ങനെ ഈ എലമെന്റ് കണ്ടുപിടിച്ചു. ഈ സെക്കൻഡ് അസംഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് ഈ ഡയഗണൽ എലമെന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മിഡിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി. എന്നിട്ട് പിന്നെ ഈ രണ്ട് നമ്പേഴ്സ് മിഡിൽ എലമെന്റ്സ് അല്ലെങ്കിൽ ആ മിഡിൽ ലൈനിലെ ആ രണ്ട് എലമെന്റ്സും കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി. അങ്ങനെ ഞാൻ രണ്ടാമത്തെ മാജിക് സ്ക്വയർ കണ്ടു. ഈ ഒരു ഒറ്റ 15 to 23 എന്താണ് ആ നമ്പേഴ്സ് യൂസ് ചെയ്ത് തന്നെ ടോട്ടൽ 57 വരുന്ന രീതിയിൽ തന്നെ ഞാൻ രണ്ടാമത്തെ മാജിക് സ്ക്വയർ മേക്ക് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത എന്താണ്? യൂസ് നമ്പേഴ്സ് ഫ്രം 16 to 24 അല്ലെ? 16 to 24 ആണ്. എല്ലാവരും ശ്രമിച്ച് നോക്കുമ്പോൾ അത് മാജിക് സ്ക്വയർ ആവത്തുള്ളൂ കേട്ടോ. (16 to 24) ആണ്. ടോട്ടൽ 60 വരണം. ഓക്കെ, അപ്പൊ 16 24 മിഡിൽ നമ്പർ ഏതാണ്? 60 70 80 90 20 ആണ് മിഡിൽ നമ്പർ. ഓക്കെ, 20 ആണ് മിഡിൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു 17 സെലക്ട് ചെയ്യാൻ വിചാരിച്ചു. 17. ഓക്കെ, 17 സെലക്ട് ചെയ്താൽ ആ തേർഡ് ഡയഗണൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 17 plus 20 37 37 minus 60 എന്ത് കിട്ടി? 23 കിട്ടി. കുഴപ്പമൊന്നുമില്ല അല്ലെ? കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇവിടെ ഇഷ്ടമുള്ള മറ്റൊരു നമ്പർ സെലക്ട് ചെയ്യണം. 19 എൻ്റെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തു. 19 plus 20 എന്താണ്? 39 39 minus 60 എന്താണ്? 21. അതും കുഴപ്പമില്ല, ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ല. ഇനി മിഡിൽ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഫസ്റ്റ് മിഡിൽ എലമെന്റ് 17 plus 19 എന്താണ്? 36 36 minus 60 എന്താണ്? 24. അവിടെയും കുഴപ്പമൊന്നും ഇല്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി താഴത്തെ നമ്പർ 21 plus 23 എന്താണ്? 44 44 minus 60 എന്ത് കിട്ടി? 16. ഇവിടെയും ഇത്രയും ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സും വന്നിട്ടില്ല. ഈ പറഞ്ഞ റേഞ്ചിൽ തന്നെ ഇത്രയും സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. ഇനി ഈ രണ്ട് എലമെന്റ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടുത്തെ നമ്പർ 17 plus 21 എന്ത് കിട്ടി? 38 38 minus 60 ചെയ്ത് നോക്കി 22 കിട്ടി. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇനി അടുത്തത് ഈ നമ്പർ കണ്ടുപിടിക്കാൻ 19 plus 23 എന്ത് കിട്ടി? 42 42 minus എന്ത് ചെയ്യാം? 60 80. ഈ ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? മാജിക് സ്ക്വയർ മേക്ക് ചെയ്യാൻ സാധിച്ചു കണ്ടോ. ഇനി ഞാൻ വേറൊരു മാജിക് സ്ക്വയർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നടുക്ക് 20. ഓക്കെ, സൈഡിലെ എലമെന്റ് 17. സോ സ്വാഭാവികമായിട്ടും ഇവിടെ 23 വരും. ഓക്കെ, ഇനി ഇവിടുത്തെ നമ്പർ ഞാൻ സെലക്ട് ചെയ്തത് മറ്റൊരു നമ്പർ 21 ആണ്. സോ ഇവിടെ എന്ത് വരും? 19 വരും. ഓക്കെ, ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ മിഡിൽ നമ്പർ എന്ത് വരും? 22 വരും. ഓക്കെ, ഇവിടുത്തെ മിഡിൽ നമ്പർ 18 വരും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ മിഡിൽ നമ്പർ 24 വരും. ഇവിടുത്തെ നമ്പർ 16 വരും. കണ്ടോ?
ഇതൊരു മാജിക് സ്ക്വയർ ആണ്. 17, 22, 21, 24, 20, 16, 19, 18, 23. ഇതൊരു മാജിക് സ്ക്വയർ ആണ്. ഇവിടെയോ 17, 24, 19, 22, 20, 18, 21, 60, 23. രണ്ടാമത്തെ മാജിക് സ്ക്വയർ. ഇനി ഞാൻ കണ്ടുപിടിച്ച മൂന്നാമത്തെ മാജിക് സ്ക്വയർ ഇവിടെ പരിചയപ്പെടുത്താം. സെൻട്രൽ നമ്പർ 20 തന്നെ. 19, 21, സോ ഇവിടെ 21 വരും. പിന്നെ അസ്യൂം ചെയ്ത് 17. ഇത് തന്നെ റിവേഴ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നു കേട്ടോ. ഈ സെയിം തന്നെ റിവേഴ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നു. സോ ഇവിടെ എന്ത് വരും? സ്വാഭാവികമായിട്ടും 23 വരും. ഓക്കെ, 23 വരും. പിന്നെ മുകളിൽ 24. കറക്റ്റ്. ഇത് തന്നെ ഈ നമ്പേഴ്സ് തന്നെ മാറ്റി തിരിച്ച് ചിന്തിച്ചു. ഇനി 16, ഇവിടെ എന്താണ് 18 വരും. 18, then 22. 3 മാജിക് സ്ക്വയർസ് ആയി ഈ സെയിം നമ്പേഴ്സ് ഉപയോഗിച്ചത്. ഇതിന്റെ തന്നെ റിവേഴ്സ് ഓർഡർ ആണ്. ഈ ഒരു കോളം ഇപ്പുറത്ത് വന്നു, ഈ ഒരു കോളം ഇപ്പുറത്ത് വന്നു. ഓക്കെ, അത് അതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് 2 മാജിക് സ്ക്വയർ ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഇത് ഈ സെയിം ഈ മാജിക് സ്ക്വയറുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും ഞാനിപ്പോൾ പഠിപ്പിച്ചത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത മാജിക് സ്ക്വയറിലോട്ട് പോവാം. Numbers from 43 to 51. 43 മുതൽ 51 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. ടോട്ടൽ മസ്റ്റ് ബി 141 അല്ലെ? 141 ആണ്. Okay, 43 to 51 ടോട്ടൽ 141 അല്ലെ? 141 ആണ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മിഡിൽ എലമെന്റ് ഏതാണ്? 47 ആണ്. 47 വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എൻ്റെ അസംഷൻസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. ഒരു 43 മുതൽ 51 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. മിഡിൽ നമ്പർ 47 ആണ്. അപ്പോൾ ഞാൻ ഒരു 48 എഴുതി ശ്രമിക്കുന്നു. 48 പ്ലസ് 47 എന്ത് കിട്ടും? 95 കിട്ടും. 95 മൈനസ് 141 46 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്കെ ഞാൻ ശരിക്കും നോക്കുകയാണ്. ഇനി അടുത്ത നമ്പർ എന്താണ്? ഞാനൊരു 49 എഴുതിയെന്ന് വിചാരിക്കാം. 49 അങ്ങനെയെങ്കിൽ ഇവിടെ ഏത് നമ്പർ വരും? 49 പ്ലസ് 47 എന്ത് കിട്ടി? 96. 96 മൈനസ് 141 45. ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ല. ഇനി മിഡിൽ എലമെന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ അറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഓക്കെ, അപ്പോൾ മുകളിലത്തെ മിഡിൽ എലമെന്റ് കണ്ടുപിടിച്ച് നോക്കാം. 48 പ്ലസ് 49 എന്തായി? 97. 97 മൈനസ് 141 44. കുഴപ്പമില്ല. ഇനി ഇവിടുത്തെ മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കാം. 45 പ്ലസ് 46 91. 91 മൈനസ് 141 50. ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാം. 48 പ്ലസ് 45 93 മൈനസ് 141 48. ഫ്ലോപ്പ് ആയാലോ? കാരണം എന്താണ്? 48 പ്ലസ് 45 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 93 കിട്ടി. 93 മൈനസ് 141 ചെയ്തപ്പോൾ 48 പിന്നെയും റിപ്പീറ്റ് അടിച്ചു വന്നു. സോ ആ ശ്രമം എന്തായി? ഫ്ലോപ്പ് ആയി. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഞാൻ മാറ്റിയാണ്. നമ്മളിങ്ങനെ ശ്രമിച്ച് നോക്കുമ്പോഴേ നമുക്കൊരു മാജിക് സ്ക്വയർ മേക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത നമ്പർ സെലക്ട് ചെയ്യാം. ഒരു 44 സെലക്ട് ചെയ്തു. ഓക്കെ, 44. ഇനി നിങ്ങൾ ശ്രമിച്ച് നോക്കുക കേട്ടോ. ഇപ്പം ഏകദേശം നിങ്ങൾ റൂട്ടിലായി. ഈ മാജിക് സ്ക്വയർ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള നമ്പർ 44 സെലക്ട് ചെയ്തു. 44 സെലക്ട് ചെയ്താൽ 44 പ്ലസ് 47 എന്താണ്? 91 ആണ്. 91 മൈനസ് 141 50 എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് എന്തായി? കംപ്ലീറ്റ്. ഇനി അടുത്തത് ഒരു 48 എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, 48 എഴുതി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ മൂന്നാമത്തെ ഡയഗണൽ എലമെന്റ് കണ്ടുപിടിക്കാം. 48 പ്ലസ് 47 എന്താണ്? 95 ആണ്. ഓക്കെ, സോറി
48 plus 40, 45, 48 plus 47 എന്താണ് 95 ആണ്. 95 മൈനസ് 141 46 ആണ്. സോ കുഴപ്പമൊന്നുമില്ല, ആ റേഞ്ചിൽ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് മാജിക് സ്ക്വയർ എൻ്റെ ഡയഗണൽ എലമെന്റ് കംപ്ലീറ്റ് ആയി. ഇനി മിഡിൽ എലമെന്റ്സ് കണ്ടുപിടിക്കാം. മുകളിലത്തെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ 44 plus 48 92 മൈനസ് 141 49 കുഴപ്പമില്ല അല്ലേ. ഇനി ഇവിടുത്തെ എലമെന്റ് കണ്ടുപിടിക്കാം. 46 plus 50 96 80 മൈനസ് 141 45 അവിടെ വരെ കുഴപ്പമില്ല. ഇനി രണ്ട് സൈഡ് എലമെന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ കണ്ടുപിടിക്കാൻ 44 plus 46 44 plus 46 90 മൈനസ് 141 51 അതും കുഴപ്പമില്ല. ലാസ്റ്റ് നമ്പർ ഉണ്ട്, അതും കണ്ടുപിടിക്കാൻ നമ്മുടെ ഭാഗ്യപരീക്ഷണമാണ്. 48 plus 50 98 കിട്ടും മൈനസ് 141 43 ഇതെല്ലാം 43 to 51 റേഞ്ചിലുള്ളതാണ്. എന്താണ് 141 ആഡ് ചെയ്യുമ്പോഴെല്ലാം 141 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാജിക് സ്ക്വയർ ഉണ്ടായി. അങ്ങനെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു അല്ലേ. സോ മാജിക് സ്ക്വയർ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഇത്രയും ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഫുൾ വീഡിയോ ഒന്ന് കാണുക. പിന്നെ ഈ മാജിക് സ്ക്വയർ ഈ പേജ് നമ്പർ 56 മാജിക് സ്ക്വയർസ് കംപ്ലീറ്റും നിങ്ങൾക്ക് ഇനിയും മാജിക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓരോ ക്വസ്റ്റ്യൻ്റെയും നിങ്ങളുടെ സ്വന്തമായിട്ട് മാജിക് സ്ക്വയർസും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഹോംവർക്കായിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ശ്രമിക്കണം. എക്സാമിനുള്ള ക്വസ്റ്റ്യനാണ്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, മാജിക് സ്ക്വയർ കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു. നോട്ട്ബുക്കിൽ എഴുതുക. ഈ പേജ് നമ്പർ 56 കംപ്ലീറ്റ് മാജിക് സ്ക്വയർസും അതിൻ്റെ വർക്കിങ്സും എല്ലാം നോട്ട്ബുക്കിൽ എഴുതിക്കും. ഒരു കുഴപ്പമില്ല. അഡീഷൻ ഒന്നും ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാതെ തന്നെ വർക്കിങ്സ് എല്ലാം സൈഡിൽ ചെയ്ത് ഒരു മാജിക് സ്ക്വയർസും ചെയ്തോളൂ. ഓരോ മാജിക് സ്ക്വയർസിൻ്റെ ശ്രമങ്ങൾ പാടായി പോയെങ്കിൽ അതോടെ ക്രോസ് ചെയ്തിട്ട് പിന്നെയും ഒരു സ്ക്വയർ വരച്ച് പിന്നെയും അവിടെ എത്ര പേജസ് എടുത്താലും ഒരു കുഴപ്പമില്ല. ചെയ്യാൻ പഠിച്ചിരുന്നാൽ മാത്രം മതി. സോ എത്ര പേജ് എടുക്കാം, എത്ര വർക്കിങ്സ് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം നോട്ട്ബുക്കിൽ ചെയ്തോളൂ. പിന്നെ ആൻസർ കിട്ടുന്ന മാജിക് സ്ക്വയേഴ്സ് ടെക്സ്റ്റ് ബുക്കിലും ഒന്ന് ഫില്ലപ്പ് ചെയ്യണം, ഈ പ്രാക്ടീസ് ബുക്കിലും ഒന്ന് ഫില്ലപ്പ് ചെയ്യണം. അത് മറക്കരുത്. നോട്ട്ബുക്കിൽ എല്ലാം ചെയ്തിട്ടുണ്ടാവണം. ഈ 4 മാജിക് സ്ക്വയേഴ്സും നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, ശ്രമിച്ചിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.